പാളിപ്പോയല്ലോടോ. തന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പോയിട്ട് ഇത്ര സിമ്പിളായിട്ടൊരു കാര്യം എന്നെ കൊണ്ട് നടന്നില്ലല്ലോ. ഇത് ഹരിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ, അവരെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ലേ. അപ്പോ അതിന്റെ പേരിൽ നിരാശയൊന്നും വേണ്ട. പോട്ടെ അല്ലേ. ദേ, ഇനി ഇക്കാര്യം നടക്കാത്തോണ്ട് എന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ചോദിക്കരുത്. കുന്നുമേൽക്കാവ് ഭഗവതിയുടെ മുന്നിൽ എത്തിയതിനേക്കാളും കൂടിയ ഐശ്വര്യമൊന്നും ഇന്നെനിക്ക് വേണ്ട. ഇതിലും വലിയൊരു കാര്യവും എന്റെ ഭർത്താവ് എനിക്ക് സാധിച്ചു തരുകയും വേണ്ട. ആയിക്കോട്ടെ, കുടിക്ക. എത്രയായി? 20 രൂപ. പോ. നിത്യാമ്മേ, കുന്നുമേക്കാവ് കണ്ടോ? ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? പകരി പഴയതുപോലെയാണെന്ന് ചോദിക്കുന്ന കേട്ടാ തോന്നും ഇവളവിടെ നിത്യ സന്ദർശകയാണെന്ന്. അമ്മേ, നല്ല രസായിരുന്നു. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്ന് പോവാം. എന്തൊരു ശാന്തതയാണെന്നറിയോ? അല്ല, രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. എനിക്ക് എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. என்ன சார், திரும்பி வரும்போது ஏதாவது புது காவு கண்டுபிடிச்சிருக்கா? അതൊന്നുമല്ല, ഞാൻ കൃഷിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ തീരുമാനിച്ചു. அப்படியா? മനസ്സിലതൊരു വീർപ്പുമുട്ടലായിട്ട് കിടക്കുക. കുറച്ച് മണ്ണ് വേണം. மண்ணா? എന്തെങ്കിലുമൊക്കെ കൊത്തി കിളയ്ക്കണം, എന്തെങ്കിലുമൊക്കെ നടണം. അതിനെ നനച്ചും പരിപാലിച്ചും അതിന് കാവിലിരിക്കണം. അല്ല, പക്ഷേടാ, നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ എങ്ങനെയാ?